സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐസക് ആണെങ്കിൽ കെവിനോട് പറയുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തനിക്കെതിരെ വലിയൊരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നെ തന്നെ എനിക്ക് രക്ഷിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കണം. സാറേ, അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണെന്ന് ഇങ്ങനെ കെവിൻ ചോദിക്കുമ്പോൾ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാന ഘട്ടത്തിൽ എവിടെ നിന്നാ കണ്ടുപിടിക്കേണ്ടത് എന്നോടാണ് ചോദിക്കുന്നത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞല്ലോ, എന്നെ തന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കാൻ എനിക്ക് പറ്റില്ല. പറ്റുമെങ്കിൽ എവിടേക്കാന്ന് വെച്ചാ സ്വന്തമായിട്ട് രക്ഷപ്പെട്ടു ഓടുക. ഉറപ്പായിട്ടും ഡിപ്പാർട്ട്മെന്റിൽ എന്റെ നേർക്ക് ഒരു അന്വേഷണം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മൾ മറച്ചു വെച്ചതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. അപ്പോ നീയടക്കം എല്ലാവരും അകത്താകും. ആദ്യം നമ്മളെ ആയിരിക്കും അകത്താക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, സാർ ഇതിനെക്കുറിച്ച് ഇസബലയോട് പറഞ്ഞോ? പറയണം. ഇനിയിപ്പോ നേരെ അവളെ കാണാനാ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കെവിനെ ആകെ വിഷമിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഐസക് പോകുന്നു. ശേഷം ദേവികയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശാരിക വരുന്നുണ്ട്. ചേച്ചി, എന്റെ മനസ്സിലൊരു തോന്നൽ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ? എന്താടി, എന്താന്ന് വെച്ചാൽ നീ തുറന്നു പറഞ്ഞോ. ഋഷിയെ ചേച്ചിയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നും എസ്തപ്പാൻ ചേട്ടന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോ അവനുള്ളതെന്നും അരുന്ധതി മേഡം വിശ്വസിച്ചിരിക്കല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുകയാണെങ്കിൽ ചേച്ചിക്ക് നേരെയല്ലേ അരുന്ധതി മേഡം തിരികെയുള്ളൂ? ചേച്ചിയല്ലേ കുറ്റക്കാരിയാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ സംശയം എന്താ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ ചേച്ചി. ഇതൊരു മരണക്കളിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നന്ദുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും ചേച്ചി. ഇസബല്ലയ്ക്കും കെവിനും ഇതൊരു തുറുപ്പുചീട്ടായിട്ട് ചേച്ചിക്ക് നേരെ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമാകുമെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം. പക്ഷേ എന്റെ നന്ദുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല. അവന് വേണ്ടി ഞാൻ ജീവനും കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി, നമ്മൾ ആഗ്രഹിച്ച ആ നിമിഷം നമുക്ക് കിട്ടുമോ? അതെന്താടി നീ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, നന്ദേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ഷാരി, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ ചേച്ചി, എന്റെ മനസ്സ് അങ്ങനെയൊക്കെ പറയുന്നു. ഒരിക്കലുമില്ല. നന്ദു എവിടെയോ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ. എന്റെ മനസ്സ് അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നന്ദു ഇല്ലാതെ ലോകത്ത് ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. ശാരികയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് വല്ലാതെ ആവുന്നുണ്ട്. അങ്ങനെ ഋഷിയുടെ അടുത്തേക്ക് പ്രകാശ് വരികയാണ്. എന്താ ഋഷി, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ചിന്തിച്ചോ? ചന്ദ്രോത്ത് വീട്ടിലേക്ക് ആ ശാരികയെ കല്യാണം കഴിച്ചിട്ട് കയറിപ്പറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഋഷി പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. കാരണം അതൊക്കെ നടക്കാത്ത കാര്യമാണ്. പിന്നെ വെറുതെ അതാലോചിച്ച് തല പുണ്ണാക്കണ്ടല്ലോ. ഡോ, തനിക്ക് ഞങ്ങളെ വെച്ച് എന്തൊക്കെയോ മറ്റു പല ഉദ്ദേശങ്ങളുണ്ട്. നന്ദൻ അവനെ വെച്ചും അതുപോലെ എന്നെ വെച്ചും എന്താ കാര്യം എന്ന് വെച്ചാൽ അത് തെളിച്ചു പറയും. ഓ, അപ്പോ ഋഷിയെ അങ്ങനെ മന്ദബുദ്ധിയാക്കാൻ പറ്റില്ലെന്ന് തെളിയിച്ചു അല്ലേ? ആ, പിന്നല്ലാതെ. തനിക്ക് ചതുരത്ത് വീട്ടുകാരെ തകർക്കുക മാത്രമല്ലാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിലുണ്ട്. മര്യാദയ്ക്ക് തുറന്നു പറയുന്നതായിരിക്കും നല്ലതെന്നൊക്കെ കെവിൻ ഋഷി പറയുന്ന സമയത്ത്, എങ്കിലേ എന്റെ ലക്ഷ്യം പണമാണെന്ന് ഇങ്ങനെ പറയാണ്. പണമോ? എത്ര പണം വേണം തനിക്ക്? കോടികൾ വേണോ? എന്റെ അമ്മ നിനക്ക് തരും എന്നൊക്കെ പറയുമ്പോൾ, അത് തീരുമാനിക്കുന്നത് ഞാനല്ല. നിങ്ങളുടെയൊക്കെ ബോസ് ഞാനാണെങ്കിലേ എനിക്ക് മുകളിൽ ഒരു ബോസ് ഉണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടേ പണത്തിനെ കുറിച്ച് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ തന്നെ പ്രകാശ് പറയാണ്. എങ്കിൽ പിന്നെ ചോദിക്കേ, ആരാ അയാൾ? അയാളോട് ചോദിക്കേ. അയാൾക്ക് പണം കൊടുക്കാം. പക്ഷെ അയാളേക്കാൾ കൂടുതൽ തനിക്ക് തരാം. എന്നെ ഇവിടെ നിന്ന് വിട്ടയച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ ഋഷി കെഞ്ചുന്ന സമയത്താണ് അവിടേക്ക് ഒരു ഗുണ്ട ഓടി വരുന്നത്. അയ്യോ സാറേ, എത്രയും പെട്ടെന്ന് നന്ദന്റെ അടുത്തേക്ക് ഒന്ന് വരണം. അവൻ അവിടെ വീണ് കിടക്കുന്നു. എന്ത്, നന്ദൻ വീണെന്നോ? അതെ, ഛർദ്ദിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ നന്ദന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവശനായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന നന്ദനെയാണ് കാണുന്നത്. ഡാ, നിങ്ങളെല്ലാവരും ചേർന്ന് ഇവൻ എന്തെങ്കിലും ചെയ്തോ? അയ്യോ സാറേ, ഞങ്ങൾ ഒന്നും ചെയ്തില്ല. പിന്നെന്താ ഇവന് പറ്റിയത്? അറിയില്ല സാറേ, പെട്ടെന്ന് ഛർദ്ദിച്ചു. പിന്നെ ഒറ്റ വീഴ്ചയായിരുന്നു. കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ. സൗണ്ട് കേട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ദേ ഇങ്ങനെ കിടക്കുന്നതാ കാണുന്നത്. അയ്യോ, ഇവൻ എന്താ പറ്റിയത്? പ്രകാശ് വേഗം തന്നെ നന്ദിനെ തൊട്ട് നോക്കുന്നു. നല്ല പനിയുണ്ടല്ലോ. ആ, ഇന്നലെ മുതൽ നല്ല പനിയുണ്ടായിരുന്നു. എന്നിട്ടാണോ ഒന്നും പറയാതിരുന്നത്? പിന്നെ സാറിന്റെ അടുത്ത് പറയണ്ടെന്ന് കരുതി. അത്രയ്ക്ക് വലിയ പനിയായിട്ട് തോന്നിയില്ല. പെട്ടെന്നാണ് പ്രകാശ് കുറച്ച് വെള്ളം എടുത്തിട്ട് നന്ദന്റെ മുഖത്തേക്ക് തെളിക്കുന്നത്. നന്ദനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചോര ഛർദ്ദിച്ച് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. നന്ദൻ, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. സാറേ, ഇത് പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് നന്ദനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനൊന്നും പറ്റില്ല. ഡോക്ടറെ ഇങ്ങോട്ട് വരുത്താമെന്ന് ഇങ്ങനെ പ്രകാശ് പറയുകയാണ്. ശേഷം പ്രഭാവതിയാവട്ടെ വളരെ വിഷമത്തോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് ദേവിയെ വിളിക്കുന്നുണ്ട്. മോളെ ദേവി, നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നിനക്ക്? എന്താ അമ്മേ? അമ്മയുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അല്ല, മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എനിക്ക് വേണ്ടി മോളൊരു കാര്യം ചെയ്യണം. എന്താ അമ്മേ? നന്ദുവിന്റെ പേരിൽ കുറച്ച് വഴിപാട് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ അവിടേക്കൊന്നും പോകാൻ മനസ്സ് തോന്നുന്നില്ല. ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഞാൻ തളർന്നു വീണ് മരിച്ചു പോകും മോളെ. എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ പ്രഭാവതി ആണെങ്കിൽ പൊട്ടിക്കരയാണ്. മോള് ചെന്ന് നന്ദിന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴിപാടും തീർക്കണം. ശരി അമ്മേ, അമ്മ കരയാതെ ഇരിക്ക്. മോളെ, നമ്മുടെ നന്ദുവിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? അമ്മേ, തിരിച്ചു കിട്ടും. ആരോഗ്യവാനായി തന്നെ തിരിച്ചു കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പ്രഭാവതി കരയാണ്.
സമാധാനിപ്പിച്ചുകൊണ്ട് ദേവികയാണെങ്കിൽ ഫോൺ വെക്കുന്നുണ്ട്. അവിടേക്ക് സിദ്ധാർത്ഥൻ വരികയാണ്. എന്താ, ആരെയെ വിളിച്ച്? ഞാൻ ദേവികയെ വിളിച്ചിരിക്കുകയായിരുന്നു. എന്തിന്? അത് കുറച്ച് വഴിപാടുണ്ട്. അവളെ ചെന്ന് അതൊക്കെ തീർത്തിട്ട് വരാമോ എന്ന് ചോദിക്കുകയായിരുന്നു. തനിക്കെന്താ പോയിക്കൂടെ? ഇല്ല സിദ്ധു, എനിക്ക് പോകാൻ മനസ്സില്ല. പോണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. തനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. മനസ്സും ശരീരവും ഒരുപോലെ തകർന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. ഞാൻ നാളെ തന്നെ ഒരു ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ, വേണ്ട സിദ്ധു, അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇരുന്നോളാം. അത് പറ്റില്ല. താൻ എന്തായാലും ഡോക്ടറെ എത്തിക്ക് പോയേ മതിയാകുള്ളൂ എന്നൊക്കെ പ്രഭാവതിയെ നിർബന്ധിക്കുകയാണ് സിദ്ധാർത്ഥൻ. സിദ്ധു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ നന്ദനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇത് കേട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ മിണ്ടാതിരിക്കുകയാണ്. സിദ്ധു, ഈ മൗനത്തിന്റെ അർത്ഥം എന്താ? താൻ പേടിക്കാതിരിക്കെ. DGPയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം സ്പെഷ്യൽ ടീമിന് തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നന്ദനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ കണ്ണു കെട്ടിക്കൊണ്ട് ഒരു ഡോക്ടറെ ആ ഒരു താവളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് പ്രകാശന്റെ ഗുണ്ടകൾ. ശേഷം പ്രകാശൻ അയാളുടെ കണ്ണിൽ കെട്ടയച്ചിട്ട് പറയുന്നുണ്ട്, രഹസ്യ സ്വഭാവം ആയതുകൊണ്ട് സാറേ കെട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രകാശ് എല്ലാവരും മാസ്ക് അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ പെട്ടെന്ന് നോക്കുന്ന സമയത്ത്, നന്ദനല്ലേ ഇത്? XMLA സിദ്ധാർത്ഥന്റെയും ദേവികയുടെയും ബന്ധുവല്ലേ കാണാതായ നന്ദൻ എന്നൊക്കെ പറഞ്ഞ അയാളാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുമ്പോൾ, എന്താ സാറ് ചിന്തിക്കുന്നത്? ഒന്നുമില്ല. എന്താ പെട്ടെന്ന് പറ്റിയത്? അത് പനിയായിരുന്നു. രക്തം ഛർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡോക്ടറാണെങ്കിൽ നന്ദനെ പരിശോധിക്കുകയാണ്. അങ്ങനെ തലങ്ങും വിലങ്ങൊക്കെ നോക്കിയതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ, ഹോസ്പിറ്റലിലേക്കൊന്നും മാറ്റാൻ പറ്റില്ല ഡോക്ടറെ. അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാകുമെന്നൊക്കെ പറയുമ്പോൾ, അത് വേണ്ട ഡോക്ടർ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ നന്ദനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. ശരി, എനിക്ക് പറ്റാവുന്ന ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ ഇൻജക്ഷനൊക്കെ കുറിച്ച് കൊടുക്കുകയാണ്. ഈ സമയം പ്രകാശ് ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഡോക്ടറും ട്രാപ്പിലാകുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. ഡോക്ടർ പുറത്തു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദേവികയെയും സിദ്ധാർത്ഥനെയും വിവരങ്ങൾ അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പോൾ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.